നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇൻഡോ ശ്രീലങ്കൻ ബെനഡിക്ടൻ ഫെഡറേഷൻ സുവർണ ജൂബിലി നിറവിൽ. നിർമ്മിത ബുദ്ധി തൊഴിൽ രംഗത്ത് കൊണ്ടുവരിക വലിയ മാറ്റങ്ങൾ, മുന്നറിയിപ്പുമായി വിദഗ്ധർ. വിശ്വസിക്കുന്നത് ദൈവകൃപയിൽ, സാക്ഷ്യവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. കരാർ ലംഘനമുണ്ടായാൽ കടുത്ത തിരിച്ചടി, പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യ. ഫ്രഞ്ച് പ്രസിഡന്റിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കുമെതിരെ ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. ഇൻഡോ ശ്രീലങ്കൻ ബെനഡിക്ടൻ ഫെഡറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു. ലോക ബെനഡിക്ടൻ സഖ്യത്തിന്റെ ആബോട്ട് മോസ്റ്റ് റെവറന്റ് റമിജിയർ ഷ്രോഡർ OSB ആയിരുന്നു മുഖ്യാതിഥി. ഇന്ത്യ, ശ്രീലങ്ക ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബെനഡിക്ടൻ സന്യാസിമാർ, മഠാധിപതിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് OSB, ആബട്ട് ജെറോം നടുവത്താനിയൽ OSB എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബെനഡിക്ടൻ സമൂഹത്തിന്റെ 50 വർഷത്തെ ആത്മീയ സേവനവും പരമ്പരാഗത മൂല്യങ്ങളുടെ സംരക്ഷണവും ഈ ജൂബിലി ഓർമ്മപ്പെടുത്തുന്നു. സഭാ നേതാക്കൾ പ്രാർത്ഥന, പ്രവർത്തനം, സേവനം എന്നീ 3 തൂണുകളിലൂടെ ഈ ദൗത്യയാത്ര തുടരുമെന്നും പറഞ്ഞു. ബെനഡിക്ടൻ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കുമായി ഇൻഡോ ശ്രീലങ്കൻ ബെനഡിക്ടൻ ഫെഡറേഷന്റെ സുവർണ ജൂബിലി ഒരു ചരിത്രപ്രധാനമായ ദിനമായി മാറി. അച്ഛനും അമ്മയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകി കൊച്ചി ലൂർദ് ആശുപത്രി. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ലൂർദ് ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ചികിത്സിക്കുകയായിരുന്നു. തുടർന്ന് കുഞ്ഞിനെ തുടർ ചികിത്സയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 9 മണിയോടെയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ലൂർദ് ആശുപത്രിയിലെത്തി കുഞ്ഞിനെ ഏറ്റെടുത്തത്. കുഞ്ഞിനെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ കേരളം വിട്ട വാർത്തയറിഞ്ഞ് ആരോഗ്യമന്ത്രി ഇടപെട്ടതോടെയാണ് കുഞ്ഞിന്റെ തുടർ ചികിത്സ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതിനെ രക്ഷിതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ചികിത്സ പൂർത്തിയായാലുടൻ കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു. പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് അസ്വസ്ഥതകളുണ്ടായത്. തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുകയും പെൺകുഞ്ഞിനെ ജന്മം നൽകുകയുമായിരുന്നു. 1 കിലോയിൽ താഴെ മാത്രം ഭാരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ അവർ ലൂർദ് ആശുപത്രിയിലെ NICUവിലേക്ക് മാറ്റി. പിന്നീട് അച്ഛനെയും അമ്മയെയും കാണാതാവുകയായിരുന്നു. 28 ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ചയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കുട്ടിയുടെ അമ്മയുടെ ചികിത്സ ജനറൽ ആശുപത്രിയിലായിരുന്നു. അച്ഛൻ 2ഇടത്തും മാറി മാറി നിന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ 31-ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ അന്നുവരെ മകളെ കാണാൻ ആശുപത്രിയിലെത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ലെന്നാണ് വിവരം. ആരോടും പറയാതെ മംഗളേശ്വരും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് ലൂർദ് ആശുപത്രി അധികൃതർക്ക് ലഭിച്ച വിവരം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായി വരുന്ന നിക്ഷേപം കേരളത്തിന്റെ ഭാവി പുരോഗതിക്ക് ശക്തി പകരുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കേരളം ഒന്നിച്ചു നിൽക്കുന്നുവെന്നതാണ് ഉച്ചകോടിയുടെ പ്രത്യേകത എന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. നിലവിലുള്ള തൊഴിലാളികളുടെ കൂലിയും ജോലിയും സംരക്ഷിക്കപ്പെടണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വികസനത്തിന് സഹായകരമായ രീതിയിലാണ് കേരള സർക്കാർ വിവിധ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത്. വ്യവസായ മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവന്ന ഗൃഹപാഠമാണ് ആഗോള സംഗമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. കിഫ്ബിയെ സംരക്ഷിക്കണമെന്നാണ് LDFന്റെ നിലപാട്. കിഫ്ബി വഴി വരുമാനം ഉണ്ടാവണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ടോൾ പിരിക്കണോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ടോൾ പിരിക്കണമെന്ന് LDF തീരുമാനിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ പഠനം നടത്തട്ടെ, അതിനുശേഷം തീരുമാനം പറയാം. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ ജലവിനിയോഗത്തെക്കുറിച്ച് പഠനം നടത്തണം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത രീതിയിൽ പദ്ധതി വേണമെന്നാണ് LDF നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രതികരിച്ച TP രാമകൃഷ്ണൻ സംസ്ഥാനം ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാനം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. കേന്ദ്രം പണം നൽകുന്നില്ല. വസ്തുതകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകണം.
കടൽ വനം ഖനനത്തിൽ കേന്ദ്ര തീരുമാനത്തിനെതിരെ UDF-ഉമായി യോജിച്ച് സമരത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ LDF കൺവീനർ MM ഹസനുമായും VD സതീശനുമായും ചർച്ച നടത്തിയെന്നും കൂട്ടിച്ചേർത്തു. ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ കൊച്ചിയിൽ ആഗോളതല നിക്ഷേപ സംഗമം നടന്നു വരികയാണ്. ഞാൻ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ കേരളത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നില ഈ ആഗോള സംഗമത്തിൽ പ്രകടമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാവിയെ കണക്കാക്കി, കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, നിലവിലുള്ള തൊഴിലാളികളുടെ കൂലിയും ജോലിയും സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ സഹായകരമായ നിലയിലാണ് കേരള ഗവൺമെൻറ് വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വന്ന ഒരു ഹോംവർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആഗോള സംഗമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആഗോള സംഗമത്തിൻ്റെ ഭാഗമായി വരുന്ന നിക്ഷേപം കേരളത്തിൻ്റെ ഭാവി പുരോഗതിക്ക് വലിയ തോതിൽ ഉറപ്പുണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ഈ സംഗമത്തിൻ്റെ പ്രത്യേകത. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാലും കേരളം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന്റെ പ്രത്യേകത. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വ്യാപകമാകുന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് വിദഗ്ധർ. അതേസമയം നിർമ്മിത ബുദ്ധി വ്യാപകമാകുന്നത് തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അവർ പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിനോടനുബന്ധിച്ച് ഫ്യൂച്ചർ ഓഫ് ടാലന്റ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു വിദഗ്ധർ. സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ എല്ലാ രംഗത്തും പരിവർത്തനത്തിന് കാരണമാകുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സിസ്കോ ഏഷ്യ പസഫിക് ജപ്പാൻ ചൈന മേഖലാ പ്രസിഡന്റ് ഡേവ് വെസ്റ്റ് അഭിപ്രായപ്പെട്ടു. പ്രതിഭകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിർണായക മേഖലകളിൽ വൻ മുന്നേറ്റത്തിന് സാധ്യതകളുണ്ട്. സർക്കാരും സംഘടനകളും അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ബജറ്റിന്റെ 40% വരെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വരുമെന്നും ഡേവ് പറഞ്ഞു. തൊഴിൽ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ആഘാതം വലുതാകില്ലെന്ന് കോഗ്നിസന്റ് ഇന്ത്യ CMD രാജേഷ് വാര്യർ അഭിപ്രായപ്പെട്ടു. 90% തൊഴിലുകളെയും അത് പിന്തുണയ്ക്കും. വൈദ്യുതി, കമ്പ്യൂട്ടർ തുടങ്ങിയ മനുഷ്യജീവിതത്തെ സ്വാധീനിച്ച തരംഗങ്ങളിലൊന്നാണ് നിർമ്മിത ബുദ്ധി. അത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിർമ്മിത ബുദ്ധി ആരോഗ്യ മേഖലയിലും വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ വിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് ചെറിയാൻ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ സംരക്ഷണത്തിന് ചികിത്സയേക്കാൾ പ്രാധാന്യം ലഭിക്കും. നിർമ്മിത ബുദ്ധി വഴി രോഗങ്ങൾ ജീവനടിസ്ഥാനമാക്കി പ്രവചിക്കുവാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ലഭ്യമാകുമെന്നും ഡോക്ടർ ജോർജ് ചെറിയാൻ പറഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ പുതിയ സാഹചര്യത്തിൽ കേരളത്തിന് ഗുണകരമാകുമെന്ന് സംസ്ഥാന തൊഴിൽ സെക്രട്ടറി ഡോക്ടർ K. വാസുകി അഭിപ്രായപ്പെട്ടു. എല്ലാ മേഖലകളിലെയും തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകും. വൈദഗ്ധ്യം ഉയർത്തുകയും പുതിയ മേഖലകളിലും വൈദഗ്ധ്യം നേടുകയുമാണ് ആവശ്യം. ഇത് തൊഴിൽ നഷ്ടമാകാതെ സഹായിക്കുമെന്നും അവർ പറഞ്ഞു. സർക്കാരും വ്യവസായ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമായുള്ള സഹകരണമാണ് പ്രധാനമെന്ന് പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രി ശേഖർ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെയർ സ്റ്റാമറും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും അടുത്തയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രസ്താവന. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. സമാധാന ചർച്ചകളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഒന്നിക്കണം. യുക്രൈനുമായി ധാതു കരാർ ഉടൻ ഒപ്പിടുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നേരത്തെ സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. സെലൻസ്കി വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം തന്നെ നഷ്ടമാകുമെന്നും ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപ് റഷ്യൻ നുണകളിലാണ് ജീവിക്കുന്നതെന്ന സെലൻസ്കിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു രൂക്ഷമായ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത്. 2025 ഫെബ്രുവരി 17 യുദ്ധം അവസാനിപ്പിക്കാനായി നടന്ന
റഷ്യ-US ചർച്ചയിൽ യുക്രൈനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. യുക്രൈനുമായി ആലോചിക്കാതെയുള്ള സമാധാന ഉടമ്പടി അംഗീകരിക്കാനാകില്ലെന്നാണ് വ്ളാഡിമിർ സെലൻസ്കി അന്ന് പ്രതികരിച്ചത്. എന്നാൽ റഷ്യ-US ഉച്ചകോടി ഉയർന്ന നിലവാരം പുലർത്തിയെന്നായിരുന്നു പുടിൻ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. സാമ്പത്തിക വിഷയങ്ങൾ, ഊർജ്ജ വിപണികൾ, ബഹിരാകാശം, മറ്റു മേഖലകൾ എന്നിവയിൽ റഷ്യയും യുഎസും സഹകരിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞിരുന്നു. യുക്രൈനും യൂറോപ്പും ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ പുടിന് അനുകൂലമായ ഒരു സമാധാന കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിൽ ഒരു പ്രധാന സൈനിക പങ്കാളിയായ യുഎസിന്റെ പിന്തുണയില്ലാതെ യുക്രൈന് അതിജീവിക്കുവാൻ സാധ്യത കുറവാണെന്ന് സെലൻസ്കി നേരത്തെ പറഞ്ഞിരുന്നു. യുഎസിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായി ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ ചുമതലയേറ്റു. ഭഗവത്ഗീതയിൽ തൊട്ടായിരുന്നു കാഷ് പട്ടേലിന്റെ സത്യപ്രതിജ്ഞ. സഹോദരി, പങ്കാളി അലക്സ് വിൽക്കിസ് എന്നിവർക്കൊപ്പമാണ് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ കാഷ് പട്ടേൽ എത്തിയത്. First and foremost, we were just with President Trump, and I just want to thank him. I know he's not here in the room right now, but what a ride we have been on, what a courageous warrior and leader he has been, and the faith and trust he has put in me to lead the FBI is the greatest honor that I'll ever have in my life. And to General Bondi, that sounds pretty freaking cool. Pam, you're my sister, you're my mentor, you're my friend, you're my boss, and the confidence you have placed in me, I will never violate that trust. The men and women of the FBI will be led under your leadership through one standard, the Constitution. So thank you for entrusting me, Pam. Oh man, this is effing crazy. So obviously you don't get here alone. You know, I'm here because of God. I'm here because of my family, and I'm here because of my friends. And you're literally in this room because you made it happen. My sister Nisha and my nephew Aryan flew in from London just to be here. My beautiful girlfriend Alexis is here. Yes, I agree. My aunts and uncles are here. They've come from all over the country. I am living the American dream. And anyone that thinks the American dream is dead, just look right here. You're talking to a first-generation Indian kid who's about to lead the law enforcement community, the greatest nation on God's green earth. That can't happen anywhere else. To the senators and the men and women of the United States House of Representatives, you placed an enormous trust in me, an enormous leap of faith. One that I didn't know that I could possibly earn back, but I'm going to spend every single day on this job doing so. The fact that you placed the confidence you did in me has inspired me to reach new heights at this job. I promise you the following. There will be accountability within the FBI and outside of the FBI, and we will do it through rigorous constitutional oversight starting this weekend. അമേരിക്കയെ ദ്രോഹിക്കുന്നവർ ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും അമേരിക്ക തിരിച്ച് വേട്ടയാടുമെന്നാണ് കാഷ് പട്ടേലിന്റെ ആദ്യ പ്രതികരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇതെന്ന് കാഷ് പട്ടേൽ പറഞ്ഞു. തനിക്ക് ലഭിച്ച അവസരത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നന്ദി പറയുന്നു. സാധാരണ ജീവിത സാഹചര്യത്തിൽ വളർന്ന ഇന്ത്യൻ യുവാവിന് ഇത്രയും ഉയർന്ന പദവിയിലെത്താനായത് യുഎസ് നൽകുന്ന അവസരങ്ങളുടെ തെളിവാണെന്നും കാഷ് പട്ടേൽ പറഞ്ഞു. കടുത്ത ട്രംപ് അനുകൂലിയായ കാഷ് പട്ടേൽ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ്. കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്കയുടെ ആദ്യ പോരാളിയുമാണെന്നും അഴിമതി തുറന്നു കാട്ടുവാനും നീതിയെ സംരക്ഷിക്കുവാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുവാനുമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം മാറ്റിവെച്ചതുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. കുടിയേറ്റ പ്രശ്നങ്ങളും ക്രിമിനൽ സംഘങ്ങളുടെ വിളയാട്ടവുമടക്കം അടിച്ചമർത്തൽ ലക്ഷ്യമിട്ടാണ് കാഷിനെ ട്രംപ് FBI തലപ്പത്തേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. കഴിഞ്ഞ ട്രംപ് ഭരണത്തിൽ പ്രതിരോധ വകുപ്പ് ഡയറക്ടർ, നാഷണൽ ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കൗണ്ടർ ടെററിസം സീനിയർ ഡയറക്ടർ തുടങ്ങി സുപ്രധാന പദവികൾ കാഷ് വഹിച്ചിരുന്നു. 38,000 ജീവനക്കാരുള്ള $11 ബില്യൺ വാർഷിക ചെലവുള്ള അന്വേഷണ ഏജൻസിയാണ് FBI. കാഷ് പട്ടേൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് കശ്യപ് പട്ടേൽ എന്നാണ്. കാനഡ വഴി യുഎസിലേക്ക് കുടിയേറിയ ഗുജറാത്തി വേരുള്ള കുടുംബമാണ് കാഷിന്റേത്. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ കാഷ് പട്ടേൽ മികച്ച അഭിഭാഷകനാണ്.
1980 ഫെബ്രുവരി 25 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ ജനിച്ച കാഷ് റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാജ്യാന്തര നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ്. ജില്ലാ പഞ്ചായത്ത് ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാർ നൽകിയത് വഴിവിട്ടാണെന്നും ആരോപിച്ചാണ് പരാതി. വിജിലൻസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ഭൂമി ഇടപാടുകളുടെയും മറ്റ് അഴിമതികളുടെയും രേഖകൾ സഹിതമാണ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് പരാതി നൽകിയത്. ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം കെട്ടിടം നിർമ്മിക്കുവാൻ 49 സെന്റ് സ്ഥലം 2,40,32,500 രൂപയ്ക്ക് വാങ്ങിയതിനു പിന്നിലും അഴിമതിയുണ്ടെന്ന് ഷമ്മാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CSR 2 ഉൾപ്പെടുന്നതും ഡിഫൻസ് ലാൻഡിനോട് ചേർന്നുള്ളതുമായ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നിരിക്കെ പ്രവേശിക്കുവാൻ വഴി പോലുമില്ലാത്ത സ്ഥലം ന്യായവിലയേക്കാൾ കൂടുതൽ തുക നൽകി വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നു. ഉപയോഗശൂന്യമായ ഭൂമി ഇപ്പോഴും വെറുതെ കിടക്കുകയാണെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. ഭൂമി ഇടപാടിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തുന്ന സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണ കരാർ നൽകിയതിലെ ക്രമക്കേടുകളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൽക്കിന് ലഭിച്ച കരാറുകൾ എങ്ങനെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസിന് കിട്ടിയെന്നത് സംബന്ധിച്ച ഒരു രേഖയും ഇല്ലെന്നും ഈ ടെൻഡർ നടന്നതിന് രേഖകളില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് PP ദിവ്യയുടെ നേതൃത്വത്തിൽ നടന്നത് അടിമുടി ദുരൂഹമായ ഇടപാടുകളാണ്. സ്കൂളുകളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിലുൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണ്. പുറത്തുവരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഷമ്മാസ് പറഞ്ഞു. അഴിമതിയുടെ ആൾരൂപമായ PP ദിവ്യ പെരും കള്ളിയാണെന്നും രേഖകളും തെളിവുകളും പുറത്തുവിട്ടപ്പോൾ നിയമ നടപടി എന്ന് പറഞ്ഞ് ദിവ്യ 1 മാസം പിന്നിട്ടിട്ടും മിണ്ടുന്നില്ലെന്നും ഷമ്മാസ് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയിലാണ് വിശ്വസിക്കുന്നതെന്ന സാക്ഷ്യവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. മേരിലാൻഡിലെ നാഷണൽ ഹാർബറിൽ നടന്ന 2025 കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിന്റെ പ്രധാന വേദിയിലെ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ദൈവത്തിന്റെ കൃപയിൽ തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും വാൻസ് പറഞ്ഞു. ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, മറിച്ച് വിശ്വാസമാണ്. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠങ്ങളിലൊന്ന് മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നതാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പ്രധാനമായി ഒരാളുടെ ആത്മാവ് നഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. ഗർഭധാരണ കേന്ദ്രങ്ങളെ പിന്തുണച്ചും കുടുംബങ്ങളെ വളർത്തിയെടുക്കാൻ ആളുകൾക്ക് താങ്ങാനാകുന്ന ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള നയങ്ങൾ നടപ്പാക്കിയും ഭ്രൂണഹത്യയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിയും ജീവൻ തെരഞ്ഞെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചും ജീവന്റെ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും വാൻസ് അഭിമുഖത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രോലൈഫ് പ്രസിഡന്റ് എന്നാണ് വാൻസ് വിശേഷിപ്പിച്ചത്. അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് ഭ്രൂണഹത്യയെ അതിശക്തമായി എതിർക്കുന്ന നേതാവ് കൂടിയാണ്. ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പാകിസ്ഥാനെ ശക്തമായി പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഇരു സൈന്യത്തിന്റെയും കമാൻഡർ തല ചർച്ചയിലാണ് ഇന്ത്യ നിലപാട് അറിയിച്ചത്. കരാർ ലംഘനം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സൈന്യം വ്യക്തമാക്കി. പൂഞ്ച് രജൌരി മേഖലയിൽ തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഇരു സൈന്യത്തിന്റെയും ചർച്ച നടന്നത്. പൂഞ്ചിലെ ചക്കന്ദാബാഗ് ക്രോസിംഗ് പോയിന്റിലാണ് ഫ്ലാഗ് മീറ്റിംഗ് നടന്നത്. 75 മിനിറ്റോളം ചർച്ച നടന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ മാനിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അതിർത്തിക്കപ്പുറത്തേക്ക് വെടിവെപ്പ് ഉണ്ടായാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. പാക് ഭാഗത്തു നിന്ന് നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമത്തിന് പാക് സൈന്യം കൂട്ടുനിൽക്കരുതെന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. 2003 നവംബർ മുതലാണ് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ കർശനമായി പാലിക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയിൽ ധാരണയായത്.
2021 കരാർ പുതുക്കുകയും ചെയ്തു. നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം കൂടിയ സുരക്ഷാ വിലയിരുത്തൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മുന്നറിയിപ്പ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ഫണ്ട് നൽകി എന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിഷയം രാജ്യത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കുന്നതായും മന്ത്രാലയം വെളിപ്പെടുത്തി. US ഫണ്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങി എന്ന സൂചനയും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഇന്ത്യക്കെന്ന പേരിൽ മാറ്റിവെച്ച ഫണ്ട് ബംഗ്ലാദേശിനാണ് യഥാർത്ഥത്തിൽ നൽകിയതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BJP തള്ളി. ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണം കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ $21 മില്യൺ അഥവാ 180 കോടി രൂപയുടെ ഫണ്ട് എത്തിയെന്ന് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ഇന്നും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു. ഈ പണം കൈക്കൂലിയാണെന്നും നൽകിയവർക്ക് ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ടെന്നും ട്രംപ് ആരോപിച്ചു. ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചു എന്ന ട്രംപിന്റെ ആരോപണത്തിന് പിന്നാലെ BJP കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പോര് തുടരുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ US ഫണ്ട് നൽകിയെന്നതിൽ അന്വേഷണം തുടങ്ങിയെന്ന സൂചനയാണ് വിദേശകാര്യ വക്താവ് നൽകിയത്. എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഈ തുക ഉപയോഗിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. $21 ദശലക്ഷം പോയത് ബംഗ്ലാദേശിലേക്ക് എന്ന് തെളിയിക്കുന്ന രേഖകളും പത്രം പുറത്തുവിട്ടു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സംഘടനകൾക്കാണ് പണം നൽകിയതെന്നാണ് രേഖകൾ. എന്നാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരേ തുക കിട്ടിയിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ബംഗ്ലാദേശിലേക്കല്ല കോൺഗ്രസിലേക്കാണ് ഫണ്ട് പോയതെന്നാണ് BJP പ്രതികരിച്ചത്. മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണെന്നും BJP ആരോപിച്ചു. BJP തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതികരിച്ച കോൺഗ്രസ് ഇത്രയും തുക എത്തിയപ്പോൾ അജിത് ഡോവലും അന്വേഷണ ഏജൻസികളും എവിടെയായിരുന്നുവെന്നും തിരിച്ചടിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.